بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ സൂറത്തു സുമറിലെ 9, 10, 11, 12 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്നത്. أعوذ بالله من الشيطان الرجيم أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب أمن هو قانت آناء الليل أمن ഏതൊരാൾ ആണോ ഹുവ ഖാനിതുൻ അവൻ ആകുന്നു ഖാനിത്ത് അഥവാ അള്ളാഹുവിന് അങ്ങേയറ്റം കീഴ്പ്പെട്ടുകൊണ്ട് വിധേയനായി ഇബാദത്തെടുക്കുന്നവൻ. ഈ ഖുനൂത്ത് എന്നുള്ളതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ വന്നിട്ടുണ്ട് ഭാഷയിലും ഷറവിലും. ഒന്ന്, ഖുനൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖുശൂ, ഭയഭക്തി. ഇപ്പം നമുക്കറിയാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവർ. അപ്പോൾ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ഖുശൂ എന്നുള്ള അർത്ഥമുണ്ട്. അതാണ് ഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അത് നിസ്കാരത്തിൽ ഇബാദത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഭയഭക്തിയോടുകൂടി നിൽക്കണം. അപ്പോൾ അവിടെ ഖുശൂ, ഇവിടെയും ഖുശൂ എന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. അപ്പോൾ ഒന്ന് ഖുശൂ, ഭയഭക്തി എന്നർത്ഥമുണ്ട്. രണ്ടാമത്തത് ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സുപരിചിതമായ ഖുനൂത്ത്, വിത്തറുള്ള ഖുനൂത്ത്, നാസിലത്തിൻ്റെ ഖുനൂത്ത്. അതായത് സാധാരണ ഒരാൾ വിത്തർ നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ വിത്തറിൽ നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിന് ഖുനൂത്ത് എന്ന് പറയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ അയക്കണം എന്ന് പറഞ്ഞ് അവരെ അയച്ചു കൊടുത്തപ്പോൾ ചതിച്ചിട്ട് വഞ്ചിച്ചിട്ട് എന്ത് ചെയ്ത് അവരെ കൊന്നുകളഞ്ഞു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച, അവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തിയ ഖുനൂത്ത്, ശാപപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള നാസിലത്തിൻ്റെ ഖുനൂത്ത്, അതിനും ഖുനൂത്ത് എന്ന് പറയും. അപ്പം പ്രാർത്ഥന എന്ന അർത്ഥത്തിന് പൊതുവായിട്ട് എന്ത് പറയും? ഖുനൂത്ത്. അപ്പം ഭയഭക്തി പ്രാർത്ഥന. മൂന്നാമത്തെ അർത്ഥം പൊതുവായ അർത്ഥമാണ്. അതാണ് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാതെ ഖുനൂത്ത് എന്ന് പരാമർശിച്ചാൽ ഈ ദവാമു ത്വാഅത്തില്ല, അള്ളാഹുവിനോടുള്ള അനുസരണയോടുകൂടി ജീവിക്കുക. അതിൽ ഇബാദത്ത് പെട്ട്, മറ്റുള്ള നിയമങ്ങൾ പെട്ട്, ഒക്കെ അതിൽപ്പെട്ട് പടച്ചവന് കീഴ്പ്പെട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുക. അതാണ് അൽ ഖുനൂതു ലില്ലാഹ്. അതാണ് മറിയം ബീവിയെക്കുറിച്ച് പറയുന്നിടത്ത് വകാനത് മിനൽ ഖാനിതീൻ, അവർ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചിരുന്ന, അങ്ങേയറ്റം അള്ളാഹുവിനോട് അവൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സദ്വൃദ്ധയായ സ്ത്രീയായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈസാ നബിയുടെ ഉമ്മ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമെ കുറിച്ചിട്ട് വകാനത് മിനൽ ഖാനിതീൻ. അപ്പോൾ ഇതൊക്കെ ഖുനൂത്താണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി, ഒന്ന് ഇബാദത്തിൽ മുഴുകിയ വ്യക്തി, അതുപോലെ വിത്തറിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ രാത്രി നമസ്കാരത്തിൽ വരുന്നതാണ്. അത് നമസ്കാരത്തിലെ ഭയഭക്തി, ഈ മൂന്നും ഇവിടെ എന്ത് ചെയ്യുക, പരിഗണിക്കാൻ പറ്റും ഒരേ സമയം. കാരണം രാത്രി നമസ്കാരത്തിൽ എന്തുണ്ട്? ഖുനൂത്തുണ്ട്.
അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ട്, ഭയഭക്തിയോട് കൂടി നിസ്കാരം. മൂന്നാമത്തത് ഈ അള്ളാഹ്ക്ക് ആരാധനകൾ അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതിൽ ഏറ്റവും ഉത്തമമായ ആരാധനകളിൽ ഒന്നാണ് എന്ത്? രാത്രി നമസ്കാരം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദൽ മക്തൂബത്തി സ്വലാത്തുൽ ലൈൽ, ഏറ്റവും അഫ്ളലായ നമസ്കാരം ബഅദൽ മക്തൂബ, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരമാണ്. അപ്പോൾ ഏറ്റവും അഫ്ളലായ സ്വലാത്താണ് അയാൾ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ആപ്റ്റാണെന്ന് അർത്ഥം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ ലൈലി, രാത്രി സമയങ്ങളിൽ, അതേപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അതായത് പൊതുവിൽ ആളുകൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ രാത്രി സമയത്ത്, ആനാ അൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ സമയത്ത്, സാജിദൻ വഖായിമൻ, സാജിദൻ സുജൂദ് ചെയ്യുന്നവനായിക്കൊണ്ടും, വഖായിമൻ നിന്ന് നിസ്കരിക്കുന്നവനായിക്കൊണ്ടും. ഇതിൽ നിസ്കാരത്തിൽ സുജൂദുണ്ട്, റുക്കുണ്ട്, അല്ലേ, ഇഅ്തിദാലുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും പൊതുവിൽ ഒന്ന് നിസ്കാരത്തിന് ഖിയാമെന്നും അതേപോലെ തന്നെ സുജൂദ് അതിലേറ്റവും സുപ്രധാനമായ റുക്ന് എന്ന അർത്ഥത്തിലും പരാമർശിക്കപ്പെടുന്ന ഒന്നാണെന്നർത്ഥം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ, അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദ് ചെയ്താൽ ആ സുജൂദിൽ യുസ്മഉ ലിസദ്രിഹി അസീസുൻ കഅസീസിൽ മിർജൽ, അതായത് നമ്മൾ വെള്ളം തിളക്കാൻ വെച്ചാൽ ആ വെള്ളം ഇങ്ങനെ തിളച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ പാത്രത്തിൽ എന്തെങ്കിലും ചൂടാക്കുമ്പോൾ തിളച്ചു വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ ശബ്ദം പോലെ അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു ശബ്ദം സുജൂദിൽ പലപ്പോഴും ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. സുജൂദുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ അത്രമാത്രം അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുക, അടുത്തുകൊണ്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നർത്ഥം. മാത്രമല്ല എല്ലാവർക്കും നമുക്ക് മദ്രസയിലൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ പഠിച്ച ഹദീസാണ്, അഖ്റബു മാ യകൂനുൽ അബ്ദു ഫീ സ്വലാത്തിഹി മിൻ റബ്ബിഹി ഫിസ് സുജൂദ്, അല്ലേ, പടച്ചവനോട് ഏറ്റവും ഒരു മനുഷ്യന് അടുത്ത് നിൽക്കുന്ന സമയമാണ് സുജൂദ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഖിയാം. ഖിയാം അതിലുള്ള നമസ്കാരം, നിന്ന് നമസ്കരിക്കുക. അതിൽ നമ്മൾ ഖിയാമുൽ ലൈൽ എന്നുള്ള പദങ്ങളൊക്കെ വരുന്നത് ഇതിൽ നിന്നാണ്. നിന്ന് നിസ്കരിക്കുക എന്ന അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? ഖിയാമുൽ ലൈൽ, രാത്രി നിന്ന് നിസ്കരിക്കുക എന്ന അർത്ഥത്തിൽ ഉള്ള നമ്മളുടെ പ്രയോഗമൊക്കെ വരുന്നത്, ഖിയാമുൽ ലൈൽ എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഖായിം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖായിമൻ എന്ന് പറഞ്ഞാൽ എന്താ? നിൽക്കുക എന്നാണ് അർത്ഥം. അഥവാ ഇബാദത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുക. അതിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യമുറു ബി ആയത്തി റഹ്മത്തിൻ ഇല്ലാ സഅല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി നിസ്കാരം നിസ്കരിക്കുമ്പം ഒരു റഹ്മത്തുമായി ബന്ധപ്പെട്ട ആയത്ത് പോകുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യും. എന്തിന്? റഹ്മത്ത് ലഭിക്കാൻ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റും, നിസ്കരിക്കാം. അതായത് നിസ്കരിക്കുമ്പോൾ ഒരാളൊരു സൂറത്ത് ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ടൊരു ഭാഗം വന്നാൽ അയാൾക്ക് എന്ത് ചെയ്യുക? അള്ളാഹിനോട് റഹ്മത്ത് ചോദിക്കുക. അതേപോലെ തന്നെ വലാ ബി ആയത്തി വഈദിൻ ഇല്ലാ തഅവ്വദ്, താക്കീത് നൽകുന്ന ഒരു ആയത്ത് വന്നാൽ അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ ചോദിക്കും. ഫർള് നിസ്കാരം, ഈ പൊതുവിൽ സുന്നത്ത് നിസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തിരുന്നത്. കാരണം ദൈർഘ്യമായ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു, ഫർള് നിസ്കാരത്തിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് വന്നത് കണ്ടിട്ടില്ല, അല്ലാഹു ആലം. പക്ഷേ പാരായണം ചെയ്യുമ്പം ചെയ്യാം. അതേപോലെ തന്നെ നിസ്കാരത്തിലും എന്ത് ചെയ്യാം? നിസ്കാരത്തിലും പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഭംഗിയോടുകൂടിയുള്ള നിസ്കാരമായി, ആ ഭംഗി എന്ന് പറഞ്ഞാൽ ഭയഭക്തിയോട് കൂടിയുള്ള നിസ്കാരമായിരുന്നു. അതിൽ റഹ്മത്തിൻ്റെ ആയത്ത് വന്നാൽ അവിടെ റഹ്മത്തിന് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ അദാബുമായി ബന്ധപ്പെട്ട ആയത്ത് വന്നാൽ അവിടെ ശരണം തേടും. അതേപോലെ തന്നെ വല ബി ആയത്തി തസ്ബീഹിൻ ഇല്ലാ സബ്ബഹ്, പ്രാർത്ഥിക്കാം. അത് ചില ആൾക്കാരൊക്കെ അങ്ങനെ ഒരു
ആ സുന്നത്തിനെ ജീവിപ്പിക്കാനുള്ള അർത്ഥത്തിൽ ചില ഇതിലൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോഴും, പക്ഷെ അത് ചെയ്യുമ്പോൾ ആൾക്കാരോട് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ആൾക്കാർ എന്തായി പോകും, ആകെ വസ്വാസായി പോകും, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. തസ്ബീഹ് വരുന്ന ആയത്തുകളാണെങ്കിൽ അവിടെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അങ്ങനെ നിസ്കരിക്കുമായിരുന്നു. അതിൽ ഇവിടെ സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ, ആഖിറത്തിനെ ഭയപ്പെട്ടുകൊണ്ട്, വയർജു റഹ്മത്ത് റബ്ബിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്. ഇത് ഇസ്ലാമിലെ മൗഇദത്തുമായി ബന്ധപ്പെട്ട അഥവാ സാരോപദേശവുമായി ബന്ധപ്പെട്ട രണ്ട് അസ്ലുകളാണ്. ഒന്ന് തർഗീബ്, മറ്റൊന്ന് തർഹീബ്. തർഗീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രതീക്ഷ, ഒരു കാര്യം കിട്ടുമെന്നുള്ള കാരുണ്യത്തിലെ പ്രതീക്ഷ. മറ്റൊന്ന് തർഹീബ്, ശിക്ഷയെ തൊട്ടുള്ള ഭയം. ഇത് രണ്ടും അനിവാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, ഒരാൾക്ക് യംബഗി അൻ യകൂന ഖൗഫുഹു വറജാഉഹു വാഹിദൻ, ഒരാളെ പ്രതീക്ഷയും അതേപോലെ തന്നെ ഭയവും ബാലൻസ്ഡ് ആവണം. ഇല്ലെങ്കിൽ എന്താ, ഒരാൾക്ക് ഖൗഫ് മാത്രമുള്ളെങ്കിൽ അയാൾക്ക് അള്ളാഹിൻ്റെ കാരുണ്യത്തിലുള്ള എല്ലാ പ്രതീക്ഷയും അയാൾ അവസാനിപ്പിക്കും. അപ്പം നിരാശനാവും. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പം മുന്നോട്ടുള്ള ജീവിതം പ്രയാസമാവും. മാത്രമല്ല, അതാണ് ഈ ഖവാരിജുകൾക്കൊക്കെ പറ്റിയത്. അപ്പോൾ അവർ വൻപാപം ചെയ്ത ആൾക്കാർക്കൊന്നും പിന്നെന്തില്ല, തൗബയില്ല. ഖലാസ്, അയാൾ നരകത്തിലെ സീറ്റ് ബുക്ക് ചെയ്ത് ഖലാസ്, ഇനി അവന് തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിലുള്ള അഭിപ്രായങ്ങളിലേക്ക് പോയി. അപ്പോൾ അവനെന്ത് ചെയ്യണം, വധിക്കണം, കൊല്ലണം. കാരണം എന്താ വെച്ചാൽ അവന് അവകാശിയായി മാറി എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചിന്താഗതിക്കാർ വന്നു. അവരുടെ പ്രശ്നം എന്താ, കാരുണ്യത്തിലുള്ള പ്രതീക്ഷയില്ല. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ, കാരുണ്യത്തിലുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ശിക്ഷയുടെ ഒരു ഭയം ഉണ്ടാവില്ല. അപ്പോഴെന്താ സംഭവിക്കുക, അപ്പോൾ അവനെന്ത് തെറ്റ് ചെയ്യുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല. ആണ് മുർജിഉകൾ എന്ന് പറഞ്ഞ വിഭാഗം കടന്നു വന്നു. ഈ മുർജിഉകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈമാൻ ഒരിക്കലും കുറയൂല എന്നാണ്. അതായത് എന്ത് ചെയ്താലും ഈമാന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അയാളെ ഈമാനൊന്നും പറ്റൂല. ഇതും പേഴ്ച വിഭാഗമാണ്. ഈമാൻ കൂടും ചെയ്യും, ഈമാൻ കുറയും ചെയ്യും. അതാണ് ഇവിടെ ഇമാം അഹ്മദ് പറഞ്ഞത്, ഒരാൾ ഇത് ബാലൻസ്ഡ് ആണ്, ഭയവും പ്രതീക്ഷയും ബാലൻസ്ഡ് ആണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഒരു യുവാവായ ഒരു ആൾ, വലിയ പ്രായമില്ലാത്ത ഒരു യുവാവ് മരണാസന്നനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, കൈഫ തജിദുക, നിൻ്റെ അവസ്ഥ എന്താ, ഇപ്പോൾ എന്താ പറ്റി, നിൻ്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അർജു അഖാഫ്, എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്, എനിക്ക് നല്ല പേടിയുണ്ടെന്നാണ്. അപ്പോൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ആ ഭയവും അതേപോലെ തന്നെ ഈ പേടിയും രണ്ടും എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ മുഅ്മിൻ ഫി മിസ്ലി ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹു അല്ലാഹു മാ അർജു വഅമിനഹു മിമ്മാ യഖാഫ്. ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ ഒരാളുടെ ഹൃദയത്തിൽ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും ശിക്ഷയെ തൊട്ടുള്ള ഭയവും സംഗമിച്ചു വരികയാണെങ്കിൽ പടച്ചോൻ എന്ത് ചെയ്യും, പ്രതീക്ഷിച്ചത് കൊടുക്കുകയും ഭയപ്പെട്ടതിൽ നിന്ന് അവന് രക്ഷ കൊടുക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഒരു മുഅ്മിൻ എപ്പോഴും ഇതാണ്. ഇതിൽ നമ്മൾ പിന്നെ വഅദ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ കുട്ടികളോടാണെങ്കിലും അതേപോലെ തന്നെ മുതിർന്നവരോടാണെങ്കിലും ഒക്കെ വഅദ് ചെയ്യുമ്പം പൊതുവിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വെറും ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ കാരുണ്യത്തിൻ്റെ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യും. ചില ആൾക്കാർ തിരിച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ ഈ അദാബ് മാത്രം ഫോക്കസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ ആൾക്കാർക്ക് ചിലപ്പം കൺഫ്യൂസ്ഡ് ആവും. ചില ആൾക്കാർക്ക് ഈ വസ്വാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. നേരെ മറിച്ചിട്ട് ബാലൻസ്ഡ് ആയിട്ട് പറയണം ആൾക്കാർ. ഖുറാനിലെപ്പോഴും അങ്ങനെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരുണ്യം സ്വർഗത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയും, പിന്നെ അത് കഴിഞ്ഞാൽ നരകത്തിൻ്റെ, അല്ലെങ്കിൽ നരകത്തിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിൻ്റെ ഭാഗം പറയുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരാൾ, ഇപ്പം ഇതിൻ്റെ അമ്മൻ, ഇങ്ങനെ ഒരാൾ, അതായത് പടച്ചവനെ ഭയപ്പെടുന്ന, അയാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ട്, ശിക്ഷയെ ഭയപ്പെടുന്നുണ്ട്, രാത്രി അയാൾ നിന്ന് നമസ്കരിക്കുന്നുണ്ട്, സുജൂദിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഒക്കെ ഒരു മനുഷ്യൻ. അവനാണോ അതിൻ്റെ ബാക്കിയുടെ ഇല്ല, ബാക്കി മഹദൂഫ്. അത് ഖുർആൻ്റെ ബലാഗയിൽപ്പെട്ടാണ്. ആരെപ്പോലെ അവിശ്വസിക്കുകയും
സ്വന്തം ഇഷ്ടം അനുസരിച്ചിട്ട് ജീവിക്കുകയും, അതായത് തെറ്റോ ശരിയോ ഒന്നും നോക്കാതെ തൻ്റെ താല്പര്യങ്ങൾക്കും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് തോന്നിയ പോലെ അയാൾ ജീവിക്കുകയും ഒരു നിഷേധിയായി തീരുകയും ഒക്കെ ചെയ്തതിന് ശേഷം അയാളും ഇയാളും തുല്യാവുമോ എന്നുള്ളതാണ്. ഇത് മഹദൂഫാണ്. ഇവിടെ ഹദ്ഫ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഹദ്ഫ് വരും. അതായത് ഒരു സെൻറ്റൻസ് പൂർണ്ണമായി അവിടെ ഇല്ല. അത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് തഖ്ഫീഫ്, കാരണം ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യം അവിടുന്ന് അത് അണ്ടർസ്റ്റുഡാണ്. അവനാകുമോ, ആരെ പോലെ ആകുമോ, അല്ലാത്തവനെ പോലെ ആകുമോ, അത് അവിടെ അണ്ടർസ്റ്റുഡാണ്. അപ്പം തഖ്ഫീഫ് ഒന്ന്, പരിമിതമായ വാക്കുകളിൽ കൂടുതൽ കാര്യം പറയാം. രണ്ടാമത്തത് ഈ ഒരാളുടെ ബലാഗയിലുള്ള അല്ലെങ്കിൽ പിന്നെ പറയുന്ന ഇതിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്, ഭാഷയിലുള്ള കഴിവ് സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം കുറഞ്ഞ വാക്കുകളിൽ പറയുക. രണ്ടാമത്തത് കേൾക്കുന്ന ആൾക്ക് പറയുന്ന വാക്കിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഇതുണ്ടാവും. അപ്പോൾ ഖുർആൻ്റെ ബലാഗയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ. അതിൻ്റെ ബാക്കി ഭാഗം എന്താ, സ്വാഭാവികമായിട്ട് അയാളുടെ ചിന്തയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ ചിന്തയും പ്രവർത്തിക്കുന്നു, കേൾവിയും പ്രവർത്തിക്കുന്നു. കാരണം ഇവനാകുമോ, അപ്പോൾ ആരെക്കുറിച്ചാകുമോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവൻ്റെ ചിന്തയിൽ വരുന്നു എന്നർത്ഥം. എന്നിട്ട് പറയാം, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുൽ പറയുക. ആര് പറയുക? അള്ളാഹുവിൻ്റെ റസൂലേ താങ്കൾ പറയുക. അതേപോലെ തന്നെ ഇനി ഈ കാര്യം പറയുന്ന സ്ഥാനത്ത് വരുന്ന ആരും, അല്ലയോ മനുഷ്യ. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതായതുകൊണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അഭിസംബോധനം, അതേപോലെ തന്നെ ഇത് പാരായണം ചെയ്യുന്ന മനുഷ്യർക്കും. ഖുൽ നീ പറയുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഇതിൽ നല്ല അറിവും പെട്ട് ചീത്ത അറിവും പെട്ട്. ഞാൻ പറയാം, ഇൽമുൽ മംദൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസനീയമായ നല്ല അറിവ്. അങ്ങനത്തെ ഒരു അറിവ് ഒരാൾക്കുണ്ടാകുന്ന വളരെ പ്രശംസനീയമായ കാര്യമാണ്. അല്ല ഇൽമുൽ മദ്മൂം, നേരെ മറിച്ചിട്ട് മോശമായ അറിവ്, അതില്ലാതെ നിൽക്കണതാണ് ഒരാൾക്ക് നല്ലത്. ചില അറിവുകൾ ഇല്ലാത്തതാണ് ഒരു മനുഷ്യനെന്ത് നല്ലത്. അപ്പം ഒരു മനുഷ്യന് നല്ല അറിവ് എത്രത്തോളം കൂടുതലുണ്ടോ അവൻ ആ അറിവില്ലാത്തവനേക്കാൾ ഉത്തമനായിരിക്കും. അതേപോലെ തന്നെ മോശപ്പെട്ട അറിവ് എത്രത്തോളം ഒരു മനുഷ്യന് ഇല്ലാതിരിക്കുന്നുവോ അവനെന്തായിരിക്കും? ആ മോശപ്പെട്ട അറിവുള്ള ആളെക്കാളും ഉത്തമനായിരിക്കും. അപ്പോൾ രണ്ട് നിലക്കും വരാം. ഏതായാലും ഇവിടെ ഒരു മനുഷ്യൻ്റെ അയാൾക്ക് എത്രത്തോളം നല്ല അറിവുകൾ കരസ്ഥമാക്കാൻ പറ്റുന്നു, ഒരുപാട് ഹദീസ്. നമുക്കത് കുറേയൊക്കെ അറിയുന്നതുകൊണ്ട് അതിലേക്ക് അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. ഒരുപാട് ഹദീസുകൾ. ഒന്ന്, നന്മ പഠിപ്പിക്കുന്ന ആൾക്ക് മുഴുവൻ ജീവജാലങ്ങളുടെയും ഇസ്തിഗ്ഫാർ ലഭിക്കുന്നു എന്ന് പറയുന്ന ഹദീസ്. അതേപോലെ ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ് കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് മറ്റു ഗ്രഹങ്ങളെക്കാൾ ചന്ദ്രൻ എത്ര ശ്രേഷ്ഠമായി നിൽക്കുന്നുവോ അതുപോലെയാണ് ആലിമിന് ആബിദിനേക്കാൾ, അതായത് ഒരുപാട് ആരാധനയിൽ മുഴുകുന്ന ആളെക്കാൾ വിജ്ഞാനം കൂടുതലുള്ള ആൾക്കുള്ള വ്യത്യാസം. ഒരാൾക്ക് വിജ്ഞാനം കുറേ ഇബാദത്ത് എടുക്കും, ഒരാൾക്ക് വിജ്ഞാനം കൂടുതലാണ്, ഇബാദത്ത് അത്രയില്ല എങ്കിൽ അവിടെ അഫ്ളൽ ഏതുപോലെയാണ്? ആ ഇൽമുള്ള ആൾക്കാണ് എന്നാണ് ഹദീസിൽ പറയപ്പെട്ടത്. ഇനി അവിടെ അതാണ് ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അതേപോലെ തന്നെ ഇവിടെ ഇതിന് തൊട്ടുമുള്ള അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞിടത്തുള്ള സംഗതികൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്താ? സ്വർഗം. യർജു റഹ്മത്ത് റബ്ബി എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വർഗം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തന്നു. ഖാല അല്ലാഹു അസ്സ വജൽ അൻതി റഹ്മതി അർഹമു ബികി മൻ അശാ. അതായത് അള്ളാഹു സ്വർഗത്തോട് പറഞ്ഞിരിക്കുന്നു, നീ എൻ്റെ കാരുണ്യമാണ്, നിന്നിലൂടെ ഞാൻ ഉദ്ദേശിച്ചവർക്ക് എൻ്റെ കാരുണ്യം നൽകും. അർഹമു ബികി മൻ അശാ. അപ്പം നീ എൻ്റെ റഹ്മത്താണ് എന്ന് തന്നെ സ്വർഗത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത്, അള്ളാഹു അവൻ്റെ
ഇബാദുകൾക്ക് നൽകുന്ന, മുഅ്മിനീങ്ങളായ ഇബാദുകൾക്ക് നൽകുന്നതായ അവൻ്റെ റഹ്മത്ത്, കാരുണ്യത്തിലുള്ള പ്രതീക്ഷ, അതിൽ അവൻ്റെ നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗത്തിലേക്കുള്ള പ്രവേശനമൊക്കെ അതിൽ പെട്ട്. പടച്ചവൻ്റെ കാരുണ്യത്തിൽ എന്ന് പറയുമ്പോൾ നരകത്തിൽ നിന്നുള്ള മോചനം പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പെട്ട്. അപ്പം ഈ തിരിച്ചറിവൊക്കെ ഉള്ള ഒരാളും ഇതില്ലാത്ത ഒരാളും സമമാകുമോ? അപ്പോൾ അവിടെ ആ സമമാകുമോ ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണോ? ഒരിക്കലും അല്ല. സമമാകുകയില്ല എന്നുള്ളത് അവിടെ ആ ചോദ്യത്തിലൂടെ ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് അർത്ഥം. അല്ലാതെ അവിടെ അതൊരു അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല. സമമാകുകയില്ല, ഇൻകാർ എന്ന് പറയും, ഇസ്തിഫാം ഇൻകാരി, അതായത് സമമാകൂല എന്ന് പറയുന്ന ചോദ്യരൂപേണയുള്ള പ്രയോഗം എന്ന് പറയും. ഇന്നമാ, തീർച്ചയായും. ഇന്നമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാത്രമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇന്നമാ. ഇന്നമാ എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രം. ഇന്നമാ യതദക്കറു, തീർച്ചയായും ചിന്തിക്കുന്നവർ, ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾ മാത്രമാണ്. ഇത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ, വിവേകമുള്ള ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക. ലുബ്, ഒരു കാര്യത്തിൻ്റെ ഏറ്റവും അതിൻ്റെ കാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ലുബ് എന്ന് പറഞ്ഞാൽ ആണ്. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ചില ആൾക്കാർ അവൻ്റെ തലയിൽ ഒരു വറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ, ശരിക്കും തലയിൽ അല്ലെങ്കിൽ വറ്റില്ലല്ലോ, പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ആ തലച്ചോറ് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ അവന് ബുദ്ധി വിവേകം എന്ന് പറയുന്ന തിരിച്ചറിവ് ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നിട്ട് പറയാൻ, ഖുൽ യാ ഇബാദിയല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും, ഖുൽ, പറയുക. ആരോടുള്ള കൽപ്പനയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതേപോലെ തന്നെ ആ ഒരു കാര്യം നിർവഹിക്കുന്ന ഏതൊരാളോടും. അപ്പം ഖുൽ യാ ഇബാദില്ലദീന, അപ്പം യാ ഇബാദി, അല്ലയോ ദാസന്മാരെ, അല്ലദീന ആമനു, അവിടെ ശരിക്കും യാ ഇബാദിയ എന്ന് പറഞ്ഞിട്ട് ഒരു യാണ്ട്, പക്ഷേ അത് മഹ്ദൂഫാണ്. മഹ്ദൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ ചില ലെറ്റേഴ്സ് ചില കാരണങ്ങളാൽ എന്ത് ചെയ്യും? നീക്കം ചെയ്യപ്പെടും. അത് ഭാഷൻ്റെ ന്യൂനത അല്ല, അത് ഭാഷൻ്റെ ഭംഗിയാണ്. അതായത് ചിലപ്പോൾ അത് വരും, ചിലപ്പോൾ അത് ഇല്ലാതെ വരും. അത് ഭാഷയുടെ വ്യത്യസ്ത പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഹദ്ഫുൽ യാ അഥവാ ഖുൽ യാ ഇബാദിയ എന്നുള്ള യാ അവിടെ ഇല്ല, ഇബാദില്ലദീന എന്നാണ്. വേറെ സ്ഥലം യാ ഇബാദിയല്ലദീന അസ്റഫു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫ്, അവിടെ യാ ഉണ്ട്, ഇവിടെ യാ ഇല്ല. അപ്പോൾ ഇവിടെ ഖുൽ യാ ഇബാദില്ലദീന, അത് എന്താ കാരണം? തഖ്ഫീഫ്, അതായത് തഖ്ഫീഫ്. പിന്നെ അവിടെ ഒന്ന് പാരായണം ചെയ്യുമ്പോൾ അതിൽ വാക്കുകൾ കുറക്കുക, പരിമിതമായ വാക്കുകളിൽ കൂടുതൽ കാര്യം പരാമർശിക്കുന്ന ഭാഷയുടെ ഒരു രീതി അവിടെ പ്രയോഗിച്ചു, അത്രേ ഉള്ളൂ. ഇല്ല, അർത്ഥ വ്യത്യാസമില്ല, വേണ്ട. അവിടെ ഖുൽ യാ ഇബാദില്ലദീ, അവിടെ യാ ഇല്ല, അത് മഹ്ദൂഫാണ്. ഖുൽ യാ ഇബാദില്ലദീന ആമനു, അപ്പോൾ അല്ലയോ വിശ്വസിച്ചവരായ ദാസന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. എന്താ റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ഇത്തഖൂ റബ്ബക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് കൂടുതലും കടന്നു വരുന്നത് നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലും നിഷിദ്ധമായ കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലുമാണ് തഖ്വ എന്നുള്ളത് ഏറ്റവും അപ്ലിക്കബിൾ ആകുന്നത്. ഏതൊരാൾ അയാളെ മേൽ നിർബന്ധമായ കർമ്മം അയാൾ ചെയ്യും വേണം, നിഷിദ്ധമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുക്കും വേണം. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന, ലില്ലദീന അഹ്സനൂ, നന്മ പ്രവർത്തിച്ച ആളുകൾ, ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ, എവിടെ നന്മ പ്രവർത്തിച്ചവർ? ഈ ദുനിയാവിൽ, ഈ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവർ. അത് ആ നന്മ പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞാൽ എന്തിൽ നന്മ പ്രവർത്തിച്ചവർ? എന്തായിരിക്കും അവിടെ ഈ ഉദ്ദേശിച്ച നന്മ? ദീൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തലാണ്. ഒന്ന് പിന്നെ ഫീ ഇബാദത്തില്ല,
മറ്റൊന്ന് ഇലാ ഇബാദില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന് അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ, അവനോടുള്ള ത്വാഅത്തിൻ്റെ വിഷയത്തിൽ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ, പടച്ചവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന വിഷയത്തിൽ അതൊന്ന്. അതേപോലെ തന്നെ രണ്ടെന്താ, മറ്റുള്ളവരോട്, അതായത് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ജീവജാലങ്ങളോട്, മറ്റു മനുഷ്യരോട് തൻ്റെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിലൊക്കെ നന്മ കാണിച്ചു. അപ്പം ഇത് രണ്ടും ഇഹ്സാനിൽ പെടുന്നു. ലില്ലദീന അഹ്സനു. അപ്പോൾ ഒന്ന് ഫി ഇബാദത്തില്ല, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൻ്റെ കാര്യത്തിൽ. മറ്റൊന്ന് ഇലാ ഇബാദില്ല, അള്ളാഹുവിൻ്റെ ഇബാദുകളോട് നന്മ പ്രവർത്തിച്ചു. അതിൽ പെടുന്നതാണ് ദഅവത്തൊക്കെ. കാരണം ഒരാൾ മറ്റൊരാൾക്കൊരു നന്മ പകർന്നു കൊടുക്കുമ്പോൾ എന്താ അവിടെ ശരിക്കും ചെയ്യുന്നത്? ആ മനുഷ്യനോട് ഇയാളൊരു നല്ല കാര്യം എത്തിച്ചു കൊടുക്കണം, അയാൾക്കും കൂടെ ഒരു നന്മ ലഭിക്കുന്ന ഒരു കാര്യം എത്തിച്ചു കൊടുക്കുക, ഒക്കെ അതിൽ പെടും. അപ്പം ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ ഇഹ്സാൻ ചെയ്തവർ. പിന്നെ ഇഹ്സാൻ്റെ മറ്റൊരു വിവക്ഷ ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 3 കാര്യങ്ങൾ ചോദിക്കപ്പെട്ടു. നമുക്കറിയാം എവിടുന്ന ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, അതേപോലെ ഈ ഇഹ്സാൻ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന എവിടുന്ന ഈമാൻ കാര്യങ്ങൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിച്ചു, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ. അപ്പോൾ ഓരോന്നിലും അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഇസ്ലാം ചോദിച്ചപ്പോൾ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇ സക്കാ വ സൗമി റമദാൻ വ ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. 5 ഇസ്ലാം കാര്യങ്ങൾ. ഈമാനെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, അവൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, ഇങ്ങനെ അത് പഠിപ്പിച്ചു. ഇഹ്സാനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. പടച്ചോനെ നീ കാണുന്ന പോലെ ആരാധിക്കണം, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണം. അപ്പം അതുമാണ് ഇഹ്സാൻ. അപ്പം ഇവിടെ വിശ്വസിക്കുകയും ഇഹ്സാൻ ഉണ്ട്. അപ്പം ഈമാനിനേക്കാളും മുകളിലുള്ള പദവിയാണ് എന്ത്? ഇഹ്സാൻ. അതാണ് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ആദ്യം ഇസ്ലാം, പിന്നെ ഈമാൻ, പിന്നെ ഇഹ്സാൻ. ഇസ്ലാം അതിനേക്കാളും മുകളിലാണ് ഈമാൻ എന്നുള്ള പദവി, അതിനേക്കാളും മുകളിലാണ് ഇഹ്സാൻ എന്നുള്ള പദവി. എന്നാൽ ഒരുപക്ഷെ ഈമാൻ എന്നുള്ളതും ഇസ്ലാം എന്നുള്ളതും ചില സന്ദർഭങ്ങളിൽ പൊതുവായി ഉപയോഗിക്കപ്പെട്ടേക്കാം. ഈമാൻ മുഅ്മിനീങ്ങളെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ എന്നൊക്കെയുള്ള പ്രയോഗം. ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന, അവർക്ക് നന്മയുണ്ട്, അവർക്ക് നല്ല പ്രതിഫലമുണ്ട്, ഹസനത്തുണ്ട്. ആ ഹസനത്ത് എന്നുള്ളത് എവിടെ? ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലുണ്ട് ആഖിറത്തിലുണ്ട്. അതാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന. അവിടെ പറഞ്ഞ ഹസനത്തില്ലേ, ആ ഹസനത്ത് ഇവിടെ കിട്ടും. അപ്പോൾ ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന, പടച്ചോൻ അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള നന്മ. അതിൽ അവർക്ക് ഹസനത്തുണ്ട്, സിയാദത്തുണ്ട് എന്ന് പറഞ്ഞില്ല ഒരു സ്ഥലത്ത്. ആ സിയാദത്ത് എന്താ? പടച്ചോനെ കാണാനുള്ള ഭാഗ്യവും അവർക്കുണ്ടാവും. അത് ആഖിറത്തിൽ മാത്രം ലഭിക്കുന്നതാണ്. എന്നാൽ ഹസനത്ത് ദുനിയാവിലും ആഖിറത്തിൽ രണ്ടിടത്തും ലഭിക്കുന്നതാണ്. അപ്പം അള്ളാഹുവിനെ കാണുക എന്നുള്ള പ്രതിഫലം അത് ആഖിറത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ പരാമർശിച്ച ഹുസ്ന എന്ന് പറഞ്ഞതും ഇവിടെ പറഞ്ഞ ഹസനത്തും, അതേപോലെ തന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്ത് വഫിൽ ആഖിറത്തി ഹസനത്ത് പറഞ്ഞിടത്തുള്ള ഹസനത്തൊക്കെ അവർക്ക് എല്ലാ അർത്ഥത്തിലും പടച്ചവനിൽ നിന്ന് അവർക്ക് നന്മയുണ്ട്, പ്രതിഫലമുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്, ഒക്കെ അതിൽപ്പെട്ട്. അതാണ് ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന വ അർദുല്ലാഹി വാസിഅ. അതിന് ശേഷം പറയാം അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. ഇതെന്താ? ഒരു മനുഷ്യൻ അവൻ്റെ പ്രവൃത്തി നന്നാക്കാൻ അവൻ മറ്റുള്ള കാര്യങ്ങളെ കൂട്ടുപിടിക്കരുത്. എന്ത്? പ്രവൃത്തി നന്നാക്കുന്ന വിഷയത്തിൽ ഉദുർ പറയാൻ മറ്റു സാഹചര്യങ്ങളെ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഇത് ചെയ്തിട്ട് തെറ്റുകൾക്ക് എന്ത് ചെയ്യരുത്, ഉദുർ പിടിക്കരുത്. അപ്പം അർളുല്ലാഹി വാസിയ, അള്ളാഹിൻ്റെ ഭൂമി വിശാലമാണ്. നിങ്ങൾ പടച്ചോനെ അനുസരിച്ച് വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള മാർഗവും ഉണ്ട്. പടച്ചോൻ്റെ ഭൂമി വിശാലമാണ്. അത് ഒരു മനുഷ്യന്, അപ്പം അവനെന്തുണ്ട്, അവൻ ആ നന്മകൾ ചെയ്യാൻ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉദർ അന്വേഷിക്കേണ്ടത് നിർബന്ധിത സാഹചര്യത്തിൽ പെട്ടു പോകുന്ന അയാൾക്ക് അയാൾക്ക് ശിക്ഷ നൽകില്ല. പടച്ചോൻ അയാളുടെ
അവസ്ഥ അറിയുന്നതാണ്. എന്നാൽ അതേ സമയം എന്ത് ചെയ്യരുത്, എപ്പോഴും ഒരു തെറ്റിലേക്ക് അതിങ്ങനെ വളരെ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്റ് കാണൽ ആകാൻ പാടില്ല. എന്ത്, അയാളുടെ ഈ അവസ്ഥകൾ നിറച്ചും. അപ്പോൾ ഒരു മനുഷ്യന് ഒരു തെറ്റായ സ്ഥിതിവിശേഷം ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് മാറി നിൽക്കാൻ അയാൾ തയ്യാറാവണം എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു നാട്ടിൽ അയാൾക്ക് ഒരുപാട് തെറ്റിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതേ നാട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്തെ നാട്ടിലേക്ക് അയാൾ മാറി താമസിച്ച് അയാൾക്ക് ആ തെറ്റുകളിൽ നിന്ന് അയാൾ മുക്തനാവുമെങ്കിൽ അയാളത് നിർവഹിക്കണം, അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്ര ലളിതമായി ഇവിടെ ഈ പറഞ്ഞ ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന വ അർദുല്ലാഹി വാസിഅ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്, അവൻ ഈ ഇഹ്സാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം പടച്ചോൻ്റെ ഭൂമിയിലുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് അവനതിന് കഴിയില്ലെങ്കിൽ അവന് പറ്റുന്ന സ്ഥലം ഉണ്ട്, അവൻ അങ്ങോട്ടേക്ക് മാറണം, അങ്ങോട്ടേക്ക് പോകണം. അതിൽ ഹിജ്റയൊക്കെ പെട്ടു. പ്രത്യേകിച്ച് ഒരു മനുഷ്യന് അവൻ്റെ വിശ്വാസം സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള അവസരം ഒരു നാട്ടിൽ നഷ്ടപ്പെട്ടാൽ അതിന് പറ്റുന്ന സ്ഥലത്തേക്ക് അയാൾ എന്ത് ചെയ്യണം, ഹിജ്റ പോകണം. വ്യക്തിപരമായ ദീനീയായ കാര്യത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ അയാൾ നിർവഹിക്കേണ്ട കാര്യം ഉണ്ടാവുമല്ലോ, അതായത് അയാളുടെ വിശ്വാസം, നിർബന്ധമായ നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ഇബാദത്തുകൾ, അത് നിർവഹിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അയാൾ വിലക്കില്ലാത്ത സ്ഥലത്തേക്ക് പോകൽ അയാൾക്ക് നിർബന്ധമായി മാറും എന്നർത്ഥം. എന്നിട്ട് പറയാം, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കളായ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെയാണ്. ക്ഷമക്കുള്ള പ്രതിഫലം, കണക്കില്ലാത്ത പ്രതിഫലം. അപ്പം അയാൾ എന്തെല്ലാം ത്യാഗങ്ങൾ ഒന്ന് സഹിക്കേണ്ടി വരും എന്നുള്ള സൂചന. ആ ത്യാഗങ്ങൾ സഹിക്കുന്നതിന് അള്ളാഹു അയാൾക്ക് അതിരുകളില്ലാത്ത പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെ കിട്ടും? ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും അയാൾക്ക് ലഭിക്കും. പക്ഷേ ആ ഒരു തിന്മയുടെ കൂടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ആര് തയ്യാറാണോ? അയാൾ തയ്യാറാവണം. അതാണ് ഇത്. ഇതിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ വെറും ഒരു നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഹിജ്റ പോലെ മാത്രമല്ല. ഇപ്പം പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ, അൽ ഹിജ്റത്തു മിനൽ മആസി, മാസിയത്തിൽ നിന്ന് ഹിജ്റ പോവുക. ഒരു തെറ്റായ സാഹചര്യത്തിൽ നിന്ന് കൂട്ടുകെട്ടുന്നൊക്കെ ഒരാൾ മാറുന്നതിന് എന്താ പറയുക, അൽ മാസിയത്തിൽ നിന്ന് പടച്ചോനെ ധിക്കരിക്കുന്നൊരവസ്ഥയിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് അയാൾ മാറാം. യുവഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പ്രതിഫലമായി നൽകുക. അപ്പോൾ നമ്മൾ വഫ എന്നൊക്കെ പറയില്ലേ, അതിനുള്ള യുവഫ, അവർക്ക് നൽകപ്പെടുന്നത്. അസ്സാബിറൂൻ, സ്വബറുള്ള ആളുകൾക്ക് ആ സ്വബറിൻ്റെ പകരമായി ലഭിക്കുന്നത്, അതാണ് യുവഫ. അസ്സാബിറൂൻ അജ്റഹും, അവരുടെ പ്രതിഫലം ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ്. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇത് മുമ്പ് നേരത്തെ നമ്മൾ വിശദീകരിച്ച അതേ ആയത്ത്. അഥവാ ഖുൽ പറയുക, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഉമിർതു അൻ അഅ്ബുദല്ലാഹ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഏകനായ റബ്ബിനെ, രക്ഷിതാവിനെ ആരാധിക്കുവാനാണ്. മുഖ്ലിസൻ ലഹുദ്ദീൻ, എൻ്റെ വിശ്വാസത്തെയും എൻ്റെ ആരാധനകളെയും എൻ്റെ മതത്തെയും സമ്പൂർണമായി നിഷ്കളങ്കമായി അവന് മാത്രമായിക്കൊണ്ട്, അവനിൽ ആരെയും പങ്കു ചേർക്കാതെ. അതാണ് ഇവിടെയും ഇഖ്ലാസ് ആവർത്തിച്ച് പരാമർശിക്കപ്പെട്ടു. ഇതിൻ്റെ മുന്നേയും ഇഖ്ലാസ് പരാമർശിച്ചു. ആണ് സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് എന്നൊക്കെ. ഇഖ്ലാസും തൗഹീദുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സൂറത്തുകളിൽ ഈ സൂറത്തു സുമറിന് ഇടം പിടിക്കാനുള്ള കാരണം. വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, വഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, ഞാൻ വിശ്വാസികളിൽ ഏറ്റവും മുൻപന്തിയിൽ ഉള്ളവനാകാൻ. ആണ് പിന്നെ അവിടെ പിന്നെ ഇമാമാക്കണേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഉമിർതു അൻ ലിഅൻ അകൂന അവ്വലൽ മുസ്ലിം. ഒരാൾ ഇപ്പം വിചാരിക്കണം, ഓക്കെ, എനിക്ക് എങ്ങനെയാണ് മുസ്ലിമീങ്ങളിൽ അവ്വലാകാൻ പറ്റുക? റസൂലുണ്ട്, സ്വഹാബാക്കളുണ്ട്, ഇതൊക്കെ ഉണ്ട്, അപ്പം ഞാനങ്ങനെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും മുൻപന്തിയിലേക്ക് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ കൊണ്ടും വിധേയത്വം കൊണ്ടും എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം
അയാൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ മുമ്പിൽ ആര് സ്വാഭാവികമായിട്ടും അമലുകൾ കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് നൽകപ്പെട്ട സ്ഥാനങ്ങൾ കൊണ്ടോ ശ്രേഷ്ഠമായവർ മുമ്പിൽ ഉണ്ടാകും. അവരോടൊപ്പം സാമീപ്യം ലഭിക്കുക എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? ഈ പറഞ്ഞ അവ്വലുൽ മുസ്ലിമീങ്ങളിൽ പെട്ടതാണ്. അപ്പം ഈ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമുള്ളതല്ല, അതിൽ കുറേ ആൾക്കാർ ഉൾപ്പെടുന്ന ഒന്നാണ്. മനസ്സിലായോ? അതായത് അവ്വലൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയാണ്, ഒരാളാണോ? അല്ല, അതിൽ കുറേ ആൾക്കാർ ഉൾപ്പെടും. അതിൽ ആരുണ്ടാവണം? നമ്മളും ഉണ്ടാവണം. അതിന് പരിശ്രമം ഓരോരുത്തരും ചെയ്യണം. അവിടെ ഒരിക്കലും അത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മളെങ്ങനെ അവ്വലുൽ മുസ്ലിമീനാവുക? കുറേ ആൾക്കാരില്ലേ, അതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും യതീം കുട്ടികളെ സംരക്ഷിക്കുന്നവനും ഇപ്രകാരമായിരിക്കും സ്വർഗത്തിൽ. രണ്ടുപേരിൽ ഇങ്ങനെ അടുത്തടുത്ത് കാണിച്ച്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആ യതീം കുട്ടികളെ പരിചരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് സ്ഥാനം ലഭിക്കും. അത് എത്ര കാലം കഴിഞ്ഞ് സംരക്ഷിക്കുന്നവനാണെങ്കിലും അയാൾക്ക് ആ സ്ഥാനം ലഭിക്കും, അവർക്കൊക്കെ ആ സ്ഥാനം ലഭിക്കും എന്നർത്ഥം. നമുക്കൊന്ന് ഓതി നോക്കിയിട്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്.